ജമ്മുവിൽ വീണ്ടും പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം. ഈയൊരു ശ്രമങ്ങളെയെല്ലാം തന്നെ ഇന്ത്യ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നത്. പ്രകോപനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സംഘർഷത്തിൽ അയവ് ഉണ്ടാക്കാൻ നയതന്ത്ര സമീപനത്തിന് തയ്യാറാകണമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫിന് മുൻ പ്രധാനമന്ത്രിയും സഹോദരനുമായ നവാസ് ഷെരീഫിന്റെ ഉപദേശം. പഹൽഗാം ഭീകരാക്രമണവും പിന്നാലെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ നടപടിയും തുടർന്നുള്ള ദിവസങ്ങളിൽ പാക് പ്രകോപനങ്ങളും ഇന്ത്യയുടെ തിരിച്ചടിയും തുടരുന്ന ഈ സാഹചര്യത്തിലാണ് ഭരണപരമായി സഹോദരനെ സഹായിക്കുന്നതിനായി ലണ്ടനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് മടങ്ങിയെത്തിയ നവാസ് ഷെരീഫ് ഇക്കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടിയിൽ ദേശീയ സുരക്ഷാ സമിതി തീരുമാനിച്ച തീരുമാനങ്ങൾ എല്ലാം കൈക്കൊണ്ട് നവാസ് ഷെരീഫിന് ഷഹ്ബാസ് വിശദീകരണം നൽകുകയായിരുന്നു. ഇതിനുശേഷമാണ് നയതന്ത്രപരമായി സംഘർഷത്തിൽ അയവ് വരുത്താനുള്ള നീക്കം നടത്തണമെന്ന് മുൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനും സമാധാനം പുനഃസ്ഥാപിക്കാനും ലഭ്യമായ എല്ലാ നയതന്ത്ര മാർഗങ്ങളും ഉപയോഗപ്പെടുത്തണമെന്നാണ് നവാസ് ഷെരീഫ് ആഗ്രഹിക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം അതിർത്തികളിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നതിനിടെ ദില്ലിയിലും തിരക്കിട്ട കൂടിയാലോചനകളാണ്. പ്രകോപനം തുടർന്നാൽ പാകിസ്ഥാന് ഇരട്ടി പ്രഹരം നൽകാനൊരുങ്ങുകയാണ് ഇന്ത്യ. സംയുക്ത സൈനിക മേധാവിയും സേനാ മേധാവിമാരുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയ ചർച്ചയിൽ ആക്രമണം കടുപ്പിക്കാൻ തീരുമാനിച്ചു. യോഗ തീരുമാനം പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ധരിപ്പിക്കും. അതിനിടെ BSF, CISF DGമാരുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യുദ്ധസമാന സാഹചര്യം ഔദ്യോഗിക യുദ്ധ പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുമോ എന്നതിനാലാണ് ആകാംക്ഷ. അതേസമയം ഇന്നലെ രാത്രി പാകിസ്ഥാൻ ഇന്ത്യൻ നഗരങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളുടെ കാര്യം ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 50-ലേറെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടന്നത് എന്നും എല്ലാ ആക്രമണ ശ്രമവും ഇന്ത്യ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തെന്നും സൈന്യം വ്യക്തമാക്കി. ഒരിടത്തും ജീവഹാനിയില്ല. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യക്ഷമത തെളിഞ്ഞ രാത്രി എന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. അതിനുശേഷമാണ് ഇന്ന് രാത്രിയും ഇത്തരത്തിൽ ജമ്മുവിൽ പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. ഡ്രോൺ അയച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആക്രമണം നടത്തുകയാണ്. അതേസമയം ഇന്ത്യയുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ ഇത്തരത്തിൽ നിരവധി മിസൈലുകൾ പാകിസ്ഥാൻ അയച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. അതേസമയം ആ മിസൈലുകളും ഡ്രോണുകളുമെല്ലാം ഇന്ത്യയുടെ കരുത്തിൽ ചിന്നിച്ചിതറിയ അവസ്ഥയായിരുന്നു കണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ബലം പാകിസ്ഥാന് മനസ്സിലായി കാണും എന്ന് തന്നെയാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിലും വിക്രം മിശ്രി പറഞ്ഞിരിക്കുന്നത്. ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് ഇന്ത്യ. നിയന്ത്രണ രേഖയിലടക്കം ഇത്തരത്തിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. മാത്രമല്ല ഷെല്ലിംഗും നടന്നിട്ടുണ്ട്. ഉറി അടക്കമുള്ള പ്രദേശങ്ങളിൽ പാകിസ്ഥാന്റെ ഷെല്ലിംഗ് ഇപ്പോഴും തുടരുകയാണ്.